ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇന്ന് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾക്ക് കേക്കിന് വേണ്ടിയുള്ള ക്യാരമൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു അരക്കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ മെൽറ്റായി കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ ക്യാരമൽ കരിഞ്ഞു പോകുന്നതായിരിക്കും. കരിഞ്ഞു കഴിഞ്ഞാൽ കൈപ്രസം ഉണ്ടായിരിക്കും കേക്കിന്. മെൽറ്റായി കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളമോ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പഞ്ചസാര എടുക്കുന്ന അത്രയും വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ടിയായിട്ട് വരുന്നതായിരിക്കും. അത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അലിയിച്ചെടുത്താൽ മതി. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്, ദേഹത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തിളച്ച് കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ക്യാരറ്റ് മിക്സ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു 2 മീഡിയം സൈസ് ക്യാരറ്റാണ്, ഒരു 200 ഗ്രാം വരും, അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം ഡേറ്റ്സ് എടുക്കണം. സീഡൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ക്യാഷ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കേക്കിന് വേണ്ടിയുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്ത് ആയിട്ട് പൊടിച്ചെടുക്കാം. നമുക്കിനി ബേക്ക് ചെയ്യാനായിട്ടുള്ള കേക്ക് ടിൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ടിന്നിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിന്നിൽ റൗണ്ട് ചെയ്ത ബട്ടർ പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സൈഡിൽ നമുക്ക് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ടിൻ തയ്യാറായി. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മൾ കേക്കിന് വേണ്ടി എടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. മുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സിയുടെ പൾസ് ബട്ടണിൽ ഒരു 2 മിനിറ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും 1/4 കപ്പ് ക്യാഷും കൂടി നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് ഇളക്കണം. മൈദ ചേർത്ത് കൊടുക്കുന്നത് നട്ട്സും ഡേറ്റ്സും ഒന്നും കേക്കിൻ്റെ അടിഭാഗത്തേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട മിക്സ് നമുക്ക് ഉണങ്ങിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്. ഇനി നമുക്ക് തണുത്ത ക്യാരമൽ ചേർത്ത് കൊടുക്കാം. ക്യാരമലും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ബാച്ചായിട്ട് മൈദ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മൈദ ഇട്ടതിന് ശേഷം നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. അങ്ങനെ കുറേശ്ശേയിട്ട് എല്ലാ മാവും മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്യാരറ്റും ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കാം. അത് 2 ബാച്ചായിട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി. ഇനി കേക്ക് ബാറ്റർ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഇനി നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കാഷ്യൂസും റേസിൻസും വെച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. 10 മിനിറ്റ് മുമ്പ് ഇഡലി പാത്രം നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇഡലി പാത്രത്തിൽ ഒരു റിങ് വെച്ചിട്ട് വേണം കേക്ക് ടിന്ന് എടുത്ത് വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കത് മൂടി വെച്ച് 1 മുതൽ 1.25 മണിക്കൂർ വരെ ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുക. ക്ലിയർ ആണെങ്കിൽ ബേക്കായി എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.